മലബാറിന്റെ തലസ്ഥാനമായ കോഴിക്കോട് നഗരം കേരളത്തിലെ രണ്ടാമത്തെ വലിയ നഗരം. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് 6-ാം വാർഡിൽ കരുവശ്ശേരിക്ക് തിലക്ക് കുറിച്ചാർത്തി നമ്മുടെ സംഗമം റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ. 2008 സ്ഥാപിതമായ നമ്മുടെ അസോസിയേഷൻ 1.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പകരം വയ്ക്കാനില്ലാത്ത സാമൂഹിക പ്രതിബദ്ധത കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും നേട്ടങ്ങൾ കൈവരിച്ച് മുന്നേറുകയാണ്. നമ്മുടെ അസോസിയേഷന്റെ പ്രവർത്തനം 22 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ്. രക്ഷാധികാരികളും അഡ്വൈസറി കമ്മിറ്റിയും യൂത്ത് വിംഗ് കമ്മിറ്റിയും അടങ്ങുന്ന ഉപ കമ്മിറ്റികൾ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് താങ്ങായി നിലകൊള്ളുന്നു. അസോസിയേഷൻ അംഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയും സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും സമീപ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സാ ഡിസ്കൗണ്ട് വാങ്ങിച്ചെടുത്തും സംരക്ഷണത്തിന്റെ ചട്ടക്കൂട് ഒരുക്കാൻ നമുക്ക് സാധിച്ചു. അംഗങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഗ്യാസ് മസ്റ്ററിങ്ങും പെൻഷൻ മസ്റ്ററിങ്ങും നടത്തി വാർഡ് കൗൺസിലറുടെ സഹായത്തോടെ കെട്ടിട നികുതിയും ഭൂനികുതിയും കൊടുക്കാൻ അവസരം ഒരുക്കി. കോഴിക്കോട് കോർപ്പറേഷന്റെ അഴക് പദ്ധതിയുടെ ഭാഗമായി ഹരിത കർമ്മസേനയുടെ സഹകരണത്തോടെ മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടപ്പാക്കി റെസിഡൻസ് സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ നമുക്കായിട്ടുണ്ട്. ഗാന്ധി ജയന്തിയും സ്വാതന്ത്ര്യ ദിനാഘോഷവും ആവേശത്തോടെയും അതിലേറെ ആഹ്ലാദത്തോടെയും നടത്തി നമ്മൾ പുതിയ തലമുറയിലേക്ക് ദേശസ്നേഹത്തിന്റെ വിത്തുകൾ പാകുകയായിരുന്നു. ലഹരി മാഫിയയ്ക്കെതിരെ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അസോസിയേഷൻ നടത്തിയ ചുവടുവെപ്പായിരുന്നു 250ഓളം അംഗങ്ങൾ പങ്കെടുത്ത ലഹരി വിരുദ്ധ പ്രതിജ്ഞയും മനുഷ്യച്ചങ്ങലയും. മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുവഴി പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റാനും നമുക്ക് സാധിച്ചു. അമ്മമാർ വീടിന്റെ വിളക്കാണ്. വീടിനും വീട്ടുകാർക്കും വെളിച്ചമേകിയ അമ്മമാർക്ക് വേണ്ടി മാത്രമായി ഒരു യാത്ര. അങ്ങനെ ഒരാശയം കൊണ്ടുവന്ന അസോസിയേഷന്റെ ഭാരവാഹികൾ എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കടലു കാണാൻ, കാടു കാണാൻ, കൂട്ടുകൂടി പാട്ടുപാടാൻ ഒരവസരം അവർക്കായി നമ്മൾ ഒരുക്കി. അവരുടെ കണ്ണിലെ തിളക്കവും ചുണ്ടിലെ പുഞ്ചിരിയും കാണാനായത് നമ്മുടെ നേട്ടങ്ങൾ തന്നെയാണ്. ഓരോ വാർഷിക നാളിലും പ്രായമായവരെ അസോസിയേഷൻ പ്രത്യേകം ആദരിക്കാറുണ്ട്. മനസ്സ് നിറഞ്ഞ അവരുടെ അനുഗ്രഹം എന്നും നമുക്ക് ഊർജമാണ്. ഓണവും ക്രിസ്തുമസും പെരുന്നാളും നമുക്ക് ആഘോഷങ്ങൾ മാത്രമല്ല, ജാതി രാഷ്ട്രീയങ്ങൾക്കപ്പുറത്ത് എല്ലാവരും ഒന്നിക്കുന്ന കൂടിച്ചേരലുകളാണ്. ഓണത്തിന് മാവേലി തന്റെ പ്രജകളെ കാണാൻ അസോസിയേഷന്റെ വീടുകളിൽ കയറിയിറങ്ങിയത് ഓർക്കുന്നില്ലേ? ഉറിയടിയും വടംവലിയും ഓണക്കളികളുമായി നമ്മൾ ഓണം കൊണ്ടാടി. നോമ്പിന്റെ പുണ്യം തേടി നമ്മൾ നടത്തിയ ഇഫ്താർ വിരുന്ന് അതിഗംഭീരമായി. വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞ റംസാൻ മാസം. ക്രിസ്തുമസ് തലേന്ന് അപ്പൂപ്പനും കരോൾ സംഘവും ആടിപ്പാടി നമ്മുടെ തെരുവുകളെ സജീവമാക്കിയില്ലേ? കേക്ക് മുറിച്ചും സ്നേഹം പങ്കുവെച്ചും പുതുവർഷ പുലരിയെ നമ്മൾ ആകാംക്ഷയോടെ വരവേറ്റു. ആഘോഷങ്ങൾക്ക് നമുക്കിടയിൽ ഞാനെന്നോ നീയെന്നോ വ്യത്യാസമില്ല. നമ്മൾ മാത്രം. അതെ, സംഗമത്തിലെ അംഗങ്ങളായ നമ്മൾ. തിരക്ക് പിടിച്ച ജീവിതത്തിൽ വ്യായാമത്തിന്റെ ആവശ്യകത വിളിച്ചോതി സ്പോർട്സ് ഫെസ്റ്റിന് മുന്നോടിയായി നടത്തിയ കൂട്ട ഓട്ടം വ്യത്യസ്തതയാർന്ന ഒന്നായി. മരക്കാട്ട് വയലിൽ വെച്ച് നടത്തിയ സ്പോർട്സ് ഫെസ്റ്റിൽ എല്ലാ പ്രായക്കാർക്കും വെവ്വേറെ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും ആവേശത്തോടെ നമ്മുടെ അംഗങ്ങൾ അണിനിരന്നത് നമ്മൾ കണ്ടതാണ്. ഈ സംഘടനാ മികവും അംഗങ്ങളുടെ സഹകരണവും കൈമുതലാക്കി സ്പോർട്സിന് പുതിയ മാനങ്ങൾ രചിക്കാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ റെസിഡൻസ്. വാർഷികാഘോഷങ്ങൾ നമുക്കെന്നും ഉത്സവമേളമായിരുന്നു. മാസങ്ങൾക്ക് മുൻപേ തുടങ്ങുന്ന തയ്യാറെടുപ്പുകൾ. എല്ലായിടത്തും ഉത്സാഹം, ആവേശം, സന്തോഷം.
തിരക്കിട്ട ചർച്ചകൾ, ഉദ്ഘാടകനെ ക്ഷണിക്കൽ, രാത്രികളെ പകലാക്കി മാറ്റിയ പ്രാക്ടീസുകൾ, അതാണ് നമ്മൾക്ക് സംഗമോത്സവം. ഉത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥ, വയറ് നിറയെ ഭക്ഷണം വിളമ്പാൻ ഫുഡ് കമ്മിറ്റി, കൈ നിറയെ സമ്മാനം നൽകാൻ വളണ്ടിയർ കമ്മിറ്റി, ഡാൻസും പാട്ടും തിരുവാതിരക്കളിയും ദഫ്മുട്ടും ഒപ്പനയും നാടകവും എല്ലാം ചേർന്ന് പാതിരാവരെ നീളുന്ന ആഘോഷ രാവ്. കുട്ടികളും ചെറുപ്പക്കാരും പ്രായമായവരും ഒരേ ആവേശത്തോടെ നെഞ്ചോട് ചേർക്കുന്ന നമ്മുടെ സംഗമോത്സവം. സഹജീവികൾക്ക് നമ്മെ കൊണ്ടുണ്ടാകുന്ന സഹായങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ അധികാരികൾക്കൊപ്പം എന്നും സംഗമം റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. അംഗങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത തുക മുഖ്യമന്ത്രിയുടെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിൽ നിക്ഷേപിച്ചപ്പോഴും ഉരുൾപൊട്ടിയൊഴുകിയ ജീവിതങ്ങൾക്ക് ഉള്ള സാമ്പത്തിക സഹായം കളക്ടറുടെ കരങ്ങളിൽ എത്തിച്ചപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുകയായിരുന്നു. അംഗങ്ങൾക്ക് ലഭിച്ച അവാർഡുകളും അംഗീകാരങ്ങളും അസോസിയേഷന്റെ തന്നെ അഭിമാനമായി കരുതി അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ മറന്നില്ല. എല്ലാവർക്കും അർഹിക്കുന്ന അനുമോദനങ്ങൾ നമ്മൾ നൽകി. സംഗമം കുടുംബത്തിന്റെ തന്നെ നേട്ടമായി കരുതി സന്തോഷിച്ചു. മലയാള മനോരമ മലബാർ ഗോൾഡും സംയുക്തമായി നടത്തിയ ചുറ്റുവട്ടം അവാർഡ് 2023-2024 കേരളത്തിലെ 2000-ഓളം വരുന്ന മറ്റു റെസിഡൻസ് അസോസിയേഷനുകളോട് മത്സരിച്ച് 3-ാം റൗണ്ട് വരെ എത്തി മികച്ച അസോസിയേഷനുകളുടെ പട്ടികയിൽ ഇടം പിടിക്കാനായത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ്. നേട്ടങ്ങൾ ഇനിയും കൈവരിക്കാനുണ്ട്. ഈ കൂട്ടായ്മയ്ക്ക് ഇനിയും ഒരുപാട് ചെയ്യാൻ സാധിക്കും. എൻ്റെ റെസിഡൻസ്, എൻ്റെ അഭിമാനം എന്ന മുദ്രാവാക്യം നെഞ്ചോട് ചേർത്ത് നമ്മുടെ നേട്ടങ്ങളും സന്തോഷങ്ങളും പങ്കുവച്ച് ഇനിയുള്ള യാത്രയിൽ ഒരുമിച്ച് നിൽക്കാനും മുന്നേറാനും നമുക്ക് സാധിക്കട്ടെ.